2017 ആ സംഭവമാണ് നമുക്കെപ്പോഴും ഓർമ്മ വരുന്നത്. ഇന്നത്തെ ആ നിമിഷങ്ങളെ ഇപ്പോഴും എങ്ങനെയാണ് അത് ഓർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു വികാരം എന്താണ്? Nothing, no regrets. നോ റിഗ്രറ്റ്സ്. അന്ന് ആ ഒരു ബോംബ് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ആ റൂമിലേക്ക് കടക്കുകയായിരുന്നു. അന്നത്തെ ആ ഒരു അതിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയാണല്ലോ ഈ വീണ്ടും ആ വെടി ഏക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. I am a soldier. We are soldiers. So, paschatapam na bhayam na. No regret, no fear. ഇപ്പോഴും ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു താങ്കളെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ എന്നോടും ചോദിച്ച സംശയമാണ് ഇത്തരത്തിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ആ ഒരു ദുരന്തത്തിലേക്ക് എത്തില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിപ്പോഴും റിഗ്രറ്റ് ഒന്നും ഇല്ലാത്ത നിൽക്കുകയാണല്ലേ? I told you, I am a soldier. We are soldiers. So, we generally don't carry regrets. We generally don't carry fear. ആ സംഭവം അത് ഈ നമുക്ക് അന്ന് ഞാൻ ഇത് വായിച്ചറിഞ്ഞു, ഞാൻ ഒരുപാട് കേട്ടു, പല വിവരങ്ങളിൽ കൂടെ മനസ്സിലായ സാധനമാണ്. അതായത് ഈ ഇവരെ നേരിടാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഏറ്റവും കൊടും ഭീകരരാണ്, അത്രയും ട്രെയിനിങ് കിട്ടിയ ആളുകളാണ്. അതിൻ്റെ ആ ഒരു സമയത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? നമ്മൾ വളരെ പെട്ടെന്ന് ആ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നൊരു സാഹചര്യമായിരുന്നല്ലോ അന്ന്. We are trained for that. RR battalions, Kashmir, entirely we are guarding Kashmir. So, we are entirely prepared. We are clearly and very well prepared for anything like that. ഈ ഇത്തരത്തിലുള്ള ഈ നമുക്ക് എന്താണ് ഒരു രാജ്യസേവനം, രാജ്യസ്നേഹം, നമ്മുടെ ഒരു ആത്മധൈര്യം, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് വേണം അല്ലേ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ. അതിനുള്ള ഈ ട്രെയിനിങ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതിൻ്റെ ഒരു ഗുണം കൂടിയാണോ അങ്ങനെ സംഭവിക്കുന്നത്? അത് നമുക്ക് സ്വതവേ ഉള്ള ഒരു ധൈര്യം കൂടി ഇതിൻ്റെ ഭാഗമായി വേണോ? Indian Military Academy, അല്ലെങ്കിൽ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, അല്ലെങ്കിൽ റെജിമെന്റൽ സെന്റേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ, ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സോൾജിയർ, once he undergoes the training, it makes them capable to face anything in life, anything and everything in life. ഒരു പ്രാവശ്യം അവിടെ പോയി ട്രെയിനിങ് എടുത്താലേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. അത് നമ്മളെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ നമുക്കൊരു മനോധൈര്യം അല്ലെങ്കിൽ പരിശീലനം തരും അല്ലേ? ഒബ്വിയസ്ലി. ഒപ്പം ഈ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് KSEB എഞ്ചിനീയർ ആയിരുന്നു. അതെ, ഐ വാസ് ഓൺ എന്താ പറയുക, ടെമ്പററി ഞാൻ ചെയ്തിട്ടുണ്ട്. KSEB എയർ ഇന്ത്യയിലും ടെമ്പററി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ആർമി സേവനം ഒരു പാഷനായി കണ്ടത്? ചെറുതിലേ പോലെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? യെസ്, ഫ്രം ചൈൽഡ്ഹുഡ് itself. Literally is a passion. Passion for weapons എന്ന് പറയാം. പിന്നെ patriotism, obviously. So I thought that I must die for my nation, rather live for my nation. So that's why I joined Indian Army. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സേനയായാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതെങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ഒരു പ്രയത്നം? നമ്മുടെ സേനയുടെ ഭാഗത്ത് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് താങ്കൾ കാണാൻ സാധിച്ചത്? വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ആൾ കൂടിയാണല്ലോ. I told you, the men, the leaders of Indian Army, or for that matter Indian Defence Forces, ഇവരാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. The able leadership itself will guide, and obviously the training part.